മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി മന്ത്രി OR കേളുവിൽ നിന്ന് മണ്ഡലം പിടിച്ചെടുത്ത ഉഷാ വിജയനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നേരത്തെ അതായത് വിധി വരുന്നതിന് അന്ന് രാവിലെ തലേദിവസം ഞാൻ സംസാരിച്ചപ്പോൾ 10,000-ന് മുകളിൽ ഭൂരിപക്ഷം കിട്ടുമെന്ന് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇപ്പോൾ എന്താ തോന്നുന്നു? അതൊരു ആ വിശ്വാസം ശരിയായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. 10,000 ഞാൻ പറഞ്ഞു, 10,000-ന് മേലെ ഭൂരിപക്ഷം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. UDFിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ് ഈ ഒരു നേട്ടവും ഈ വിജയവും നേടിത്തന്നിട്ടുള്ളത്. ഒരുമിച്ച് നിന്ന് വളരെ ശക്തമായിട്ട് മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ പോരാടി. അതിൻ്റെ റിസൾട്ടാണ് വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മാനന്തവാടിയെ സംബന്ധിച്ചിടത്തോളം മാഷിൻ്റെ ഭാഗത്തുനിന്നൊപ്പം ജയലക്ഷ്മി ചേച്ചിയുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ ഇടപെടലുണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം വോട്ടുകളായി മാറുന്ന രീതിയിലേക്ക് എന്താ ഇപ്പോൾ പ്രവർത്തകരോട് പറയാനുള്ളത്? അല്ല, നമുക്ക് ഇതൊരു മാതൃകയാണ്. മറ്റ് മണ്ഡലങ്ങൾക്കും ആ ഒരു മാതൃക സ്വീകരിക്കാൻ പറ്റും. ഇപ്പോൾ യഥാർത്ഥത്തിൽ മാനന്തവാടിയിൽ നടന്നത് സാധാരണയായിട്ട് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രഗത്ഭരായ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടാകുക എന്നുള്ളത് പതിവാണ്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇപ്പോഴത്തെ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഉഷാ വിജയനെ നമ്മൾ ആ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അതിനുവേണ്ടി മുൻകൈ എടുത്തത്. ഇപ്പോൾ ഏതാണെങ്കിലും അവിടെ ഈ ഉഷാ വിജയൻ പാർട്ടി തലത്തിൽ ആ സ്ഥാനാർത്ഥിത്വം കൃത്യമായും ആ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചതോടുകൂടി തന്നെ അവിടെ മറ്റ് പല സ്ഥാനാർത്ഥികളും അതിനു വേണ്ടിയിട്ട് തന്നെ കൃത്യമായി അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ ഉഷാ വിജയനോടൊപ്പം നിൽക്കുകയും കൃത്യമായി, പ്രത്യേകിച്ച് ജയലക്ഷ്മി മേഡം അവിടെ മുൻ മിനിസ്റ്ററാണ്, അവിടെ ഒരു തവണ മത്സരിച്ച് ജയിച്ച ആളാണ്. അപ്പോൾ അത്തരത്തിൽ പിന്നെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. അവരൊക്കെ തന്നെ KPCC AICC ഒക്കെ എടുത്ത തീരുമാനത്തെ അതേപടി ഉൾക്കൊണ്ടുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് മാനന്തവാടിയിൽ ഉഷാ വിജയൻ്റെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. 2 തവണ തോൽവി അടഞ്ഞു. ആ സമയത്തൊക്കെ കോൺഗ്രസിൽ ചില പടയിലപ്പണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രവർത്തകരുടെ ഒരു ഐക്യമുണ്ടായിരുന്നില്ല. പക്ഷേ വലിയ വിവാദമായൊരു പ്രസംഗമായിരുന്നു ജയലക്ഷ്മി ചേച്ചിയുടേത്. അതിനെ തുടർന്ന് പ്രവർത്തകർക്കിടയിൽ ഒരു ഐക്യമുണ്ടായി. ആ ഐക്യമാണ് വിജയത്തിന് പിന്നിൽ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതൊരു ഘടകമാണ്. കാരണം എനിക്കുണ്ടായ ഒരു അനുഭവം പിന്നെ ഇവർക്കുണ്ടാവരുത് എന്നുള്ള ഒരു നല്ലൊരു മെസ്സേജ്, പ്രത്യേകിച്ചും നമ്മുടെ UDF പ്രവർത്തകരെ ഒറ്റക്കെട്ടായിട്ട് ഈ ഗോദയിലേക്ക് ഇറക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. അതനുസരിച്ചുള്ള ഒരു പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ മാനന്തവാടിയിൽ നടന്നിട്ടുണ്ട്. ഒരു അവസരവുമില്ലാതെ എല്ലാവരും UDF ഒറ്റക്കെട്ടായിട്ട്, പ്രത്യേകിച്ചും സാധാരണ പ്രവർത്തകർ, അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അവരുടെ ഒരു ഐക്യം, ആ ഐക്യം ഞാൻ ആ തുടക്കം മുതലേ ഇവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അന്ന് മുതൽ ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരു കാലഘട്ടത്തിൽ UDFിൻ്റെ മണ്ണാണ് മാനന്തവാടി നിയോജക മണ്ഡലം. അത് ഞങ്ങൾ ഈ പ്രാവശ്യം തിരിച്ചു പിടിക്കും. കഴിഞ്ഞ ഇടക്കാലത്ത് ഉണ്ടായ ആ പിന്നെ തോൽവിയിൽ നിന്നും ഞങ്ങൾ മാനന്തവാടി നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം ആ തുടക്കം മുതൽ അവസാന ഘട്ടം വരെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ജനപ്രതിനിധി ആയ തുടക്കം മുതൽ കാലം മുതൽ തന്നെ പരാജയം അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ MLA ആയിരിക്കുന്നു. മാനന്തവാടി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. മുൻപ് ജനപ്രതിനിധി ആയിരിക്കുന്ന സമയത്ത് താങ്കൾ കൊണ്ടുവന്ന ഒരുപാട് പദ്ധതികളൊക്കെ അവിടെ ഇപ്പോഴും അത് മാത്രമേ ഉള്ളൂ. മാനന്തവാടി മെഡിക്കൽ കോളേജ് വയനാടിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം പരിതാപകരമായൊരവസ്ഥയാണ്. റഫറൽ മെഡിക്കൽ കോളേജാണ്. അതിൽ മാറ്റമുണ്ടാകാൻ എന്തൊക്കെ നിലപാടുകൾ അല്ലെങ്കിൽ എന്തൊക്കെ പദ്ധതികൾ ഒക്കെയാണ് ഇനി കൊണ്ടുവരിക? ഇപ്പം നിലവിൽ CT സ്കാൻ പോലും പ്രവർത്തിക്കുന്നില്ലാത്തൊരവസ്ഥയാണുള്ളത്. അടുത്ത ഒരു മെഷീൻ കൊണ്ടുവരുന്നത് MRI സ്കാനിങ് ആയിരിക്കും. അതാണ് ഏറ്റവും ആവശ്യമായിട്ട് ഇപ്പം മെഡിക്കൽ കോളേജ് ആയതിനു ശേഷം ആവശ്യമുള്ളൊരു സാധനം. മെഡിക്കൽ കോളേജിൽ അത് ആവശ്യമാണല്ലോ. അപ്പം ഓരോ ഘട്ടങ്ങളായിട്ട് ആവശ്യമുള്ളതിനനുസരിച്ച് മെഡിക്കൽ കോളേജിനെ ഒരു അടിമുടി മാറ്റുന്ന അത്യാധുനിക രീതിയിലൊരു സംവിധാനം കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിപ്പോൾ 40 കോടി മുടക്കി ഒരു മൾട്ടിപർപ്പസ് കെട്ടിടം 2023 മുഖ്യമന്ത്രിയും അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഉദ്ഘാടനം ചെയ്തത്. അതിൽ പല നിലകളും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. MRI സ്കാനില്ല, ICUവിൽ AC ഇല്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതിലൊക്കെ ഒരു പെട്ടെന്നുള്ളൊരു ഇടപെടൽ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിലിടപെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരു താമസിപ്പിച്ച് കൊണ്ടുപോകുന്നൊരു കാര്യമല്ല, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തമാണത്. അതിലാണ് ഏറ്റവും മുൻഗണനയും പ്രഥമ പരിഗണനയും കൊടുക്കുന്നത്. മാനന്തവാടിയെ സംബന്ധിച്ചിടത്തോളം ഈ പടിഞ്ഞാറത്തറ പൂഴിത്തോട് ബദൽ റോഡിൻ്റെയൊക്കെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിൽ ഇടപെടൽ മുൻ ഗവൺമെൻറ് നടത്തിയിട്ടില്ല എന്നൊരു ആക്ഷേപം വയനാട്ടിലെ ആളുകൾക്ക് പൊതുവേ ഉണ്ട്. അതിൽ എന്തെങ്കിലും ഒരു ഇടപെടലുണ്ടാവുമോ? തീർച്ചയായിട്ടും അത് ആവശ്യമാണല്ലോ. അപ്പം അതിലിടപെടണം. എന്തായാലും 3 MLA-മാരുണ്ടല്ലോ. അപ്പോൾ 3 MLA-മാരും കൂടി ആലോചിച്ച് അതിനൊരു നടപടി സ്വീകരിക്കുന്നതിനൊരു സംവിധാനം തീർച്ചയായിട്ടും നമുക്ക് ഭരണമുള്ളതുകൊണ്ട് തന്നെ ആ ഒരു സംവിധാനത്തിലേക്ക് ഇടപെടാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും.
മാനന്തവാടിയുടെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളും കാര്യക്ഷമമായ ഇടപെടൽ നടത്തുമെന്നാണ് ഉഷാ വിജയൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വികസനം അത് മെഡിക്കൽ കോളേജ് മാത്രമല്ല, ഗതാഗതവും മറ്റ് എല്ലാ മേഖലകളിലും എത്രയും വേഗമുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉഷാ വിജയൻ പറഞ്ഞു നിൽക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ടോണി ആന്റണിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.